ആത്മസാധകൻ തന്റെ സാധനാ യാത്രയിൽ എന്തൊക്കെ അനുഷ്ഠിക്കണം, എന്തൊക്കെയാണ് അയാളിൽ നിന്ന് എടുത്തു മാറ്റേണ്ടത്, എന്തിൽ നിന്നൊക്കെയാണ് അയാൾ മോചനം നേടേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ ഈശ്വരീയമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട്, ശൈവമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് അതിനെ സ്വാനുഭവമായിട്ട് വിശദീകരിച്ചു തരുന്ന ഒരു കൃതിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ശിവശതകം എന്ന് പറയുന്ന 100 പദ്യമുള്ള കൃതി. ഈ ശിവശതകം ഭഗവാൻ എഴുതുവാനായിട്ടുള്ള കാരണം ആത്മവിലാസം എന്ന് പറയുന്ന ഒരു ഗദ്യകൃതിയിൽ ഭഗവാൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അത് ആ ഭാഗം ഞാൻ ഇങ്ങനെ വായിക്കാം. ഓ, ഇതാ ദിവ്യമായിരിക്കുന്ന ഒരു കണ്ണാടിയിൽ ഒരു പുതിയ മലയെ കാണും. അപ്പുറം ഇതാ ഒരു പടം കാണും. ഇത് നാം പണ്ട് കണ്ടിട്ടുള്ളതാണെന്ന് തന്നെ തോന്നുന്നു. ഓ, ഇതാ മരുന്ന് മാമലയും കന്യാകുമാരിയും മധുരയും കാശിയും ചിദംബരവും നമ്മുടെ ഉള്ളിൽ അടുത്തടുത്ത് കാണുന്നു. ഓ, ഇത് എത്രയോ ദൂരത്തിലിരിക്കുന്നു, നാം ഇവിടെ നിൽക്കുന്നു. ഓ, ഇതാ ഒരു ആനയെ ഓടിക്കുന്നു. നാം പേടിച്ച് മലയുടെ മുകളിലേറുന്നു. ഇവിടെ ഇരിക്കുന്ന യോഗീശ്വരനോട് നാം ഉപദേശം കേട്ട് യോഗാഗ്നിയിൽ ദഹിക്കുന്നു. ഓ, ഇതാ ഇങ്ങനെ കിനാവ് കണ്ടുകൊണ്ട് ഉണർന്ന് നിഷ്കമ്പമായിരുന്നു നെടുമൂച്ച് വിടുന്നു. ഒരാനയെ ഓടിക്കുന്നു എന്നുള്ളൊരു പരാമർശം മരുത്വാമലയിലേക്ക് ഭഗവാനെ എത്തിച്ച ഒരു സംഭവത്തെ കുറിച്ചിട്ടുള്ള വിവരണമാണ്. ഭഗവാന്റെ സമ്മതമില്ലാതെ ഗുരുവിന്റെ വീട്ടുകാർ കാളിയമ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഉടവ കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. വിവാഹിതനായി എന്നുള്ളൊരവസ്ഥ വന്നു. കാരണം അന്നത്തെ ആചാരം പെങ്ങൾ ഉടവ കൊടുത്താലും അത് കല്യാണമായി എന്നുള്ളതാണ്. അത് ഭഗവാന്റെ മനസ്സിനെ ഒരുപാട് മതിച്ചു. കാരണം വിവാഹ ജീവിതം എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് പര്യാപ്തനല്ല താൻ. തന്റെ ലക്ഷ്യം വേറെയാണെന്നും ഭഗവാന് നേരത്തെ നിശ്ചയമുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ തിരികെ അതിന്റെ വീട്ടിലേക്ക് അയച്ചിട്ട് അതിന് ചെലവിനും വസ്ത്രത്തിനും ഒക്കെയുള്ള പണവും കൊടുത്തിട്ട് ഭഗവാൻ നേരെ ചെമ്പഴന്തിയിൽ നിന്ന് കടലോരം വഴി ദീർഘദൂരം നടന്ന് തന്റെ ഉള്ളിനെ ഉലച്ചുകൊണ്ട് ഉണ്ടായ സംഭവത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് ആത്മീയ ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റും. ലൗകിക ജീവിതത്തിന്റെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മോചിക്കാൻ വേണ്ടിയിട്ട് ഓടിയാണ് ഈ മരുന്ന് മാമലയിലെത്തുന്നത്. അതുകൊണ്ടാണ് ആ ലൗകിക ജീവിതത്തിന്റെ മനസ്സിന്റെ ഭ്രമകൽപ്പനകൾ നിറഞ്ഞ ലൗകിക ജീവിതമാണ് ഇവിടെ ഒരാനയായിട്ട് ഭഗവാൻ കൊണ്ടുവരുന്നത്. ആനയെ ഓടിക്കുന്നു. നാം പേടിച്ച് ഓടി ഈ മലയിലെത്തുന്നു. ഇവിടെ ഒരു യോഗീശ്വരനോട് സമ്മതിക്കുന്നു, ചോദിക്കുന്നു. അപ്പോൾ തപസ്സിനുള്ള അനുമതി കിട്ടും. ആ യോഗീശ്വരൻ മറ്റാരുമല്ല, ഈ മല നിറഞ്ഞു നിൽക്കുന്ന ശിവചൈതന്യമാണ്. കാരണം തമിഴകത്ത് അറിയപ്പെടുന്ന 18 സിദ്ധന്മാരും തപസ് ചെയ്ത ഒരു മഹാത്ഭുതമാണ് മരുത്വാമല എന്ന് പറയുന്നത്. ഇവിടെ ശിവചൈതന്യമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ആ യോഗീശ്വരൻ ഉപദേശം നൽകി നാം ഇവിടെ ജ്ഞാനാഗ്നിയിൽ ലയിച്ചു എന്നാണ് പറയുന്നത്. അതായത് ആത്മസാക്ഷാത്കാരം ഇവിടെ വെച്ച് നേടി. എന്നിട്ട് ഇവിടെ ഇരുന്ന് നെടുമൂച്ച് വിടുന്നു എന്ന് പറയുന്നത് ആ നെടുമൂച്ചാണ് ഈ ശിവശതകം എന്ന് പറയുന്ന കൃതി. അപ്പോ മരുത്വാമലയുടെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിന്റെ പ്രവേശന കവാടത്തിലാണ്. ഇപ്പൊ നമ്മൾ എസൻസ് ഓഫ് ശിവശതകം എന്ന് പറയുന്ന ഈ ദൃശ്യ പരമ്പരയില് ഈ മലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നിട്ട് നമ്മൾ ശിവശതകം എന്ന് പറയുന്ന കൃതിയെ ഒന്ന് വിശകലനം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. നമസ്തേ. അഴകൊടു ഭാരതയുദ്ധമദ്രിയിന്മേൽ മുഴുചെവിയൻ മുറികൊമ്പു കൊണ്ടുമുന്നം എഴുതി നിറച്ചെലിയോർക്കിണങ്ങി നിൽക്കും മുഴുമുതലാകിയ മൂർത്തി കാത്തുകൊള്ളുക. ശിവശതകം എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിരചിതമായിരിക്കുന്ന ആത്മീയ സാധന ശ്ലോകങ്ങളുടെ തുടക്കം ഗണപതിയെ സ്തുതിച്ചുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് മരുത്വാമലയുടെ താഴ്വാരത്തുനിന്ന് നമ്മൾ ഉള്ളിലേക്ക് നടന്നു തുടങ്ങുമ്പോൾ ആദ്യം കാണുന്ന ഒരു ചെറിയ
ഗണപതി കോവിലിന്റെ മുന്നിലാണ്. ഈ ഗണപതി കോവിലിന്റെ മുന്നിൽ വെച്ചിട്ട് എസൻസ് ഓഫ് ശിവശതകം എന്ന് പറയുന്ന ശിവശതകത്തിന്റെ ആന്തരസത്തയെ തേടുന്ന ഈ പദ്യയില് നമ്മുടെ ആദ്യത്തെ പദ്യം ഈ ഗണപതിക്ക് സമർപ്പിക്കുകയാണ്. മഹാഭാരതമാണ് ഇവിടെ ഭഗവാൻ പരാമർശിക്കുന്നത്. ഈ ഭാരതത്തില് ഏതൊരു ആധ്യാത്മിക സാധനയും തുടങ്ങുമ്പോൾ അത് മഹാഭാരതത്തിലൂടെ കടന്നു പോകണം. കാരണം ഭാരതം അത്രത്തോളം വിസ്തൃതമായിരിക്കുന്ന ഒരു ഇതിഹാസമാണ്. ഈ ലോകത്ത് എന്തൊക്കെ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഭാരതത്തിലുണ്ട്, മഹാഭാരതത്തിലുണ്ട്. ഭാരതത്തിൽ ഇല്ലാത്തതൊന്നും ഈ ലോകത്ത് ഇല്ലാതായി. അപ്പോ അത് എഴുതിയത് ആരാണ്? മുഴുചെവിയനാണ്. എങ്ങനെയാണ് എഴുതിയത്? മുറികൊമ്പ് കൊണ്ടാണ് എഴുതിയത്. മുഴുചെവിയൻ എന്ന് പറയുന്നാല് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചലനങ്ങളെയും കേൾക്കുന്നവനാണ്. എല്ലാവരുടെയും ഇംഗിതങ്ങൾ അറിയുന്നവനാണ്. എല്ലാവരുടെയും സങ്കടങ്ങൾ അറിയുന്നവനാണ്. എല്ലാവരുടെയും ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നവനാണ്. അങ്ങനെയുള്ള ഗണപതി അവൻ എന്ത് ചെയ്യാണ്? മുറികൊമ്പ് കൊണ്ടാണ് മഹാഭാരതം എഴുതി നിറച്ചത്. മുറികൊമ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒടിഞ്ഞ അഹന്തയുടെ പ്രതീകമാണ് മുറികൊമ്പ് എന്ന് പറയുന്നത്. അഹന്ത ഒടിച്ചിട്ട് അഹന്ത കൊണ്ടാണ് എഴുതുന്നത്. കാരണം എഴുത്തിന് ഒരു അഹങ്കാരം വേണം. അപ്പോൾ ഗണപതി എന്തിനാണ് ആ കൊമ്പ് സൂക്ഷിച്ചിരിക്കുന്നത്, കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നത്? അത് എഴുതാൻ വേണ്ടിയിട്ടാണ്. എഴുതുന്നത് എന്തിനാണ്? ലോകത്തെ സത്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ എന്ത് സത്യമാണ് പറഞ്ഞു നൽകിയത്? യുദ്ധമദ്രിയിന്മേൽ എവിടെയാണ് ഒരു മഹാമേരു പർവ്വതത്തെ ഏടാക്കിക്കൊണ്ടാണ് അത് എഴുതിയത്. മഹാമേരു പർവ്വതം എന്ന് പറയുന്നത് ഉന്നതമായിരിക്കുന്ന ഒരു തലമാണ്. ഉന്നതമായിരിക്കുന്ന തലത്തിൽ നിന്നുകൊണ്ട് വേണം താഴെയുള്ള ജീവിതത്തെ അവലോകനം ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴേ ജീവിതത്തിന്റെ യഥാർത്ഥത്തിലുള്ള ചിത്രം ലഭിക്കുകയുള്ളൂ. ആ പശ്ചാത്തലത്തിൽ ഇരുന്നു കൊണ്ട് അവൻ എഴുതി നിറച്ചു. അത് ആർക്ക് ഇണങ്ങി നിൽക്കണം? എളിയോർക്ക്, വളരെ താഴ്ചയിലുള്ളവർക്ക് ഇണങ്ങി നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് നാം രണ്ടാമത് മറ്റൊരു ശതകം രചിക്കുന്നത്. അത് ശിവശതകമാണ്. അപ്പൊ ശിവശതകം എളിയോർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എഴുതിയ ഒരു കൃതിയാണ്. അത് മുഴുമുതലാക്കിയ മൂർത്തി അതിന് സാന്നിധ്യം നൽകണം, അനുമതി നൽകണം. മുഴുമുതലാകിയ മൂർത്തിയും ഗണപതിയാണ്. മുഴുമുതൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണ സത്യം എന്നാണ് അർത്ഥം. അതായത് ഈ ജഗത്തിന്റെ മുഴുവനും ആധാരമായിരിക്കുന്ന പൂർണ്ണ സത്യത്തെയാണ് മുഴുമുതൽ എന്ന് പറയും. ആ മുഴുമുതലായിരിക്കുന്ന മൂർത്തി എന്ന് വെച്ചാൽ നമ്മുടെ അന്ധകരണമാണ്. ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന മുഖ്യപ്രാണനാണ്. അതിനെ നമസ്കരിച്ചുകൊണ്ടാണ് ഭഗവാൻ ശിവശതകം എന്ന് പറയുന്ന ഈ അധ്യാത്മ സാധനാകൃതി തുടങ്ങുന്നത്. അപ്പോൾ നമുക്കും ഈ ഗണേശനെ സ്മരിച്ചുകൊണ്ട് ഈ മലയുടെ മുകളിലേക്ക് കയറാം. കൂടെ വരിക എല്ലാവരും. നമസ്തേ. സനക സനത്കുമാരർ മുനിജനമോടുപദേശമോതി മുന്നം കനിവൊടു തെക്കുമുഖം തിരിഞ്ഞു കല്ലാൽ തണലിലിരുന്നൊരു മൂർത്തി കാത്തുകൊള്ളുക. നമസ്തേ എല്ലാവർക്കും. മരുത്വാമലയുടെ സ്റ്റെപ്പുകൾ അവസാനിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതായത് നമ്മൾ നിർമ്മിച്ച പടികൾ അവസാനിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ എനിക്ക് പിന്നിലായിട്ടൊരു ശിവലിംഗം വരച്ച ചിത്രം നിങ്ങൾ കാണുന്നു. പക്ഷെ ഞാൻ നേരെ മുന്നിലേക്ക് നോക്കുമ്പോൾ ക്യാമറയ്ക്കപ്പുറം കാണുന്നത് കന്യാകുമാരിയാണ്. കന്യാകുമാരി ജില്ലയുടെ സൗന്ദര്യമാണ് കാണുന്നത്. ഇതുവഴി മയിലുകൾ ഇപ്പോൾ പറന്നു പോകുന്നുണ്ട്. ഇത് തെക്കോട്ടുള്ള ദർശനമാണ്. തെക്കോട്ട് നോക്കിയിരിക്കുന്നത് ദക്ഷിണാമൂർത്തിയായിരിക്കുന്ന ശിവനാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഈ മരുത്വാമലയിൽ വെച്ച് രചിച്ച ശിവശതകത്തിലെ 4-ാമത്തെ പദ്യം ദക്ഷിണാമൂർത്തിയായിരിക്കുന്ന ശിവനെ നമസ്കരിച്ചുകൊണ്ടുള്ളതാണ്. സനക സനന്ദ സനത്കുമാരർ മുൻപാം മുനിജനമോടുപദേശമോതി മുന്നം കനിവൊടു തെക്കുമുഖം തിരിഞ്ഞു കല്ലാൽ
തണലിലിരുന്നൊരു മൂർത്തി കാത്തുകൊള്ളുക. ശിവനെ സ്മരിക്കുകയാണ് അവിടെ. സനകൻ, സനത്കുമാരൻ, സനന്ദൻ, സനാതനൻ, ഇവരാണ് വിദ്യ അഭിനിവേശത്തോടുകൂടി വിദ്യാർത്ഥികളായിരിക്കുന്ന മനുഷ്യന്റെ പ്രതീകം എന്ന് പറയുന്നത്. ഇവരെ ബ്രഹ്മപുത്രന്മാരാണ്. ബ്രഹ്മപുത്രന്മാരെന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനികളാണ്. ഇവർക്ക് ആരാണ് ബ്രഹ്മജ്ഞാനം കൊടുത്തത്? അത് ശിവനാണ് കൊടുത്തത്. എങ്ങനെയുള്ള അവസ്ഥയിലിരുന്നാണ് ശിവൻ ഇവർക്ക് ബ്രഹ്മജ്ഞാനം കൊടുത്തത്? ഒരു കല്ലാൽ തണലിൽ, ഒരു അരയാൽ തറയിലിരുന്ന് തെക്കോട്ട് നോക്കി ഇരിക്കുന്നു. ശിവൻ നല്ല യുവത്വമുള്ള ആളാണ്. ഇരിക്കുന്ന ഈ 4 ശിഷ്യന്മാരാവട്ടെ ഒരു വൃദ്ധാവസ്ഥയിലുള്ളവരുമാണ്. എന്നുവെച്ചാൽ സംശയഗ്രസ്തമായിരിക്കുന്ന മനുഷ്യൻ വൃദ്ധാവസ്ഥയിലാണ്. സംശയങ്ങളെല്ലാം നീങ്ങി ജ്ഞാനം ഉള്ളിൽ ഉദിച്ച മനുഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും യൗവനാവസ്ഥയിലുമായിരിക്കും. അപ്പോൾ വൃദ്ധാവസ്ഥയിലിരിക്കുന്ന ഈ ശിഷ്യന്മാർക്ക് മൗനത്തിൻ്റെ ഭാഷയിലൂടെയാണ് ശിവൻ ബ്രഹ്മജ്ഞാനം നൽകുന്നത്. അത് നുകർന്ന് ബ്രഹ്മത്തിൻ്റെ മൗനഭാഷ മാത്രം ശിഷ്യർക്കും ഗുരുവിനും ഇടയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് ശിവശതകം തുടങ്ങുന്നത് തന്നെ. ആ മൗനം എന്തിൻ്റെ മൗനമാണ്? എല്ലാം അറിഞ്ഞതിൻ്റെ മൗനമാണ്. എല്ലാം അറിഞ്ഞാൽ മാത്രമേ ഉള്ളിൽ മൗനം വരികയുള്ളൂ. ആ മൗനത്തിൽ ഇരുന്നു കൊണ്ട് നൽകുന്ന ബ്രഹ്മജ്ഞാനം നമുക്ക് മൗനത്തിൽ ഇരുന്നു കൊണ്ടേ സ്വീകരിക്കാൻ സാധിക്കും. അപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്നു, വായിക്കുന്നു, മനനം ചെയ്യുന്നു, ഇതൊന്നും മൗനത്തിൻ്റെ തലമല്ല. ഇതെല്ലാം കടന്ന് നമ്മൾ അകത്തേക്ക് നോക്കാൻ തുടങ്ങുമ്പോഴാണ് മൗനത്തിൻ്റെ ഭാഷ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ, ഇന്ത്യയുടെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ആദിമ ദൈവം എന്ന് പറയുന്നത് ശിവനാണ്. ശിവൻ അങ്ങ് കൈലാസത്തിൽ ഇരിക്കുന്നു എന്നാണല്ലോ നമ്മുടെ വിശ്വാസം. കൈലാസത്തിൽ ഇരുന്നുകൊണ്ട് ശിവൻ തെക്കോട്ടാണ് നോക്കുന്നത്. അപ്പോൾ ശിവന്റെ ദൃഷ്ടി പതിഞ്ഞ ഇടമാണ് നമ്മുടെ കേരളം, കന്യാകുമാരി എന്നൊക്കെ പറയുന്ന ഇടം. ശിവന്റെ ദൃഷ്ടി പതിഞ്ഞ ഈ മരുന്ന് മാമലയിൽ വടക്കോട്ട് നോക്കിക്കൊണ്ടിരുന്നാണ് ശ്രീനാരായണ ഗുരുവിടെ തപസ് ചെയ്തത്. വടക്കിരിക്കുന്ന ശിവനെ തെക്കിരുന്നു കൊണ്ട് തപസ് ചെയ്യുന്നു. അത് ആരെ സ്മരിച്ചുകൊണ്ട്? ശിവന്റെ എക്കാലത്തെയും വിശിഷ്ടരായിരിക്കുന്ന 4 ശിഷ്യന്മാരെ സ്മരിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്കും ആ ശിഷ്യനെയും ആ ഗുരുവിനെയും സ്മരിച്ചുകൊണ്ട് മഹാഗുരു എഴുതി തന്നിരിക്കുന്ന ശിവശതകത്തിന്റെ ഉള്ളറകളിലേക്ക് കടക്കാം. ഇനിയും നമുക്ക് ഏറെ ദൂരം മുകളിലേക്ക് കയറാനുണ്ട്. നമ്മൾ മുകളിലെത്തുമ്പോൾ ഈ ശിവശതകത്തിനൊരു പൂർണ്ണത കിട്ടുമെന്നാണ് വിശ്വാസം. ഭഗവാൻ രക്ഷിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. നമസ്തേ എല്ലാവർക്കും. നമ്മൾ കഠിനമായ മരുത്വാമല കയറ്റം കഴിഞ്ഞു. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തപസ് ചെയ്ത പിള്ളത്തടം ഗുഹയിലെത്തിയിരിക്കുകയാണ്. ഈ അരണ്ട വെളിച്ചത്തിൽ നിങ്ങൾ കാണുന്നത് പിള്ളത്തടം ഗുഹയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ഭഗവാൻ ശിവശതകത്തിൽ എഴുതിയ 85ാമത്തെ പദ്യമാണ് മനസ്സിലേക്ക് വരുന്നത്. മലമുകളേറി വധിച്ചു മൃഗങ്ങൾ തൻ തൊലികൾ ഉരിച്ചു തരുന്നതിനിന്നിവൻ അലമലമെന്ന് നിനച്ചെഴുന്നള്ളിയാൽ പല ഫലിതങ്ങൾ പറഞ്ഞ് ചിരിക്കുമോ എന്ന് ഭഗവാൻ ശിവനോട് ചോദിക്കുന്നുണ്ട്. ശിവൻ മലമുകളേറി ആനയെ കൊന്ന് അതിൻ്റെ തോലെടുത്ത് ഒടുക്കുന്നവനാണ്. അപ്പോൾ ശിവൻ്റെ ഭക്തൻ ശിവനിലേക്ക് ചെല്ലുമ്പോൾ ശിവൻ ആവശ്യപ്പെടുകയാണ്, നീ എനിക്ക് ഒടുക്കാനായിട്ട് കുറച്ച് മൃഗങ്ങളുടെ, ആനകളുടെ കൊന്ന് തോലുരിച്ചുകൊണ്ട് വരാവോ എന്ന് ചോദിച്ചാൽ ശിവൻ്റെ പരമഭക്തനായിരിക്കുന്ന ഞാൻ അലമലമെന്ന് നിനച്ചെഴുന്നള്ളിയല്ല, എന്നെക്കൊണ്ടത് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് നടന്നാൽ നീ അത് പല ഫലിതങ്ങൾ പറഞ്ഞ് ചിരിക്കുമോ? നീ അതൊരു തമാശയായി കണ്ടിട്ട് ചിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അതോ നിനക്ക് കോപം വരുമോ? നീ അതൊരു തമാശയാക്കി എടുക്കുമോ എന്ന് ചോദിക്കുന്നു. ഇതാണ് ഇതിന് സാമാന്യമായി കാണുന്ന അർത്ഥം. പക്ഷേ ശിവൻ അങ്ങനെ ആനയെ കൊന്ന്
കരിത്തോൽ പുതയ്ക്കുന്നവനാണ് എന്നുള്ളൊരു കൺസെപ്റ്റ്, ആശയം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആന ഇവിടെ പ്രതീകമാകുന്നത് നമ്മുടെ മതം പിടിച്ച മനസ്സാണ്. വിഷയവികാരങ്ങളുമായിട്ട് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സംസാര കാനനത്തിൽ മതിച്ച് നടക്കുന്ന ഒരു ആനയാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. അതിനെ കൊല്ലാതെ, മനസ്സിനെ ഇല്ലാതാക്കാതെ, സങ്കല്പങ്ങൾ അടങ്ങാതെ ആന്തരികമായ സത്യത്തെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ മതിച്ചു നടക്കുന്ന മനസ്സുകളെ കൊന്ന് അതിൻ്റെ തോലെടുത്ത് പുതയ്ക്കുക. എന്താണ്? മനസ്സിലെ സങ്കല്പങ്ങൾ അടങ്ങിയാൽ, മനസ്സടങ്ങിയാൽ പിന്നെ അവിടെ ഒരു ഇരുട്ടാണ്, ശൂന്യതയാണ്. വേദാന്തം അതിനെ അവ്യക്തം എന്നാണ് വിളിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ അതിനെ ആവരണ ശക്തി എന്ന് വിളിച്ചു. ഒരേ പ്രപഞ്ചശക്തി തന്നെ, പരാശക്തി തന്നെ ആവരണ ശക്തിയായും വിക്ഷേപ ശക്തിയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് രണ്ടും അവിദ്യയാണ്. ഒരു മേലാടയിടുന്നു, മേലായ മൂലമതിയാൽ ആവൃതം ജനനി എന്ന് ജനനി വരുന്ന മഞ്ജരിയിലും ഭഗവാൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതാണ് ശിവൻ പുതയ്ക്കുന്ന കരിത്തോൽ എന്ന് പറയുന്നത്. ആനയുടെ തോൽ എന്ന് പറയുന്നത് ആ മേലാടയാണ്, ആ അവ്യക്തമാണ്. അത് ആണവൻ പുതയ്ക്കുന്നത്. അതിനകത്താണ് പരമബോധം ഇരിക്കുന്നത്. അത് പുറമെ ഒരു കരിത്തോൽ പുതച്ചിരിക്കുന്നു. അത് മതം കയറിയ മനുഷ്യ മനസ്സുകളെ കൊന്നൊടുക്കിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. എന്നുവെച്ചാൽ മനസ്സിനെ കൊല്ലുന്നവനാണ് ശിവനിൽ എത്തിച്ചേരുന്നത്. അതിന് ചെയ്തുകൊണ്ട് വരൂ എന്ന് പറഞ്ഞെന്നാൽ എനിക്കത് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു നടന്നാൽ നീ എന്നോട് കോപിക്കരുതേ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിനെ കൊല്ലാൻ പറ്റും, പക്ഷേ മറ്റൊരാളുടെ മനസ്സിനെ കൊല്ലാൻ സാധിക്കില്ല. മറ്റൊരാളുടെ മതന ചിന്തകളെയോ മതചിന്തകളെയോ നമുക്ക് ഇല്ലാണ്ടാക്കാനായിട്ട് സാധിക്കില്ല. ഓരോരുത്തർക്കും അവരവരുടെ മനസ്സിനെ അടക്കാനേ പറ്റൂ. നീ എൻ്റെ ഭക്തനല്ലേ, നീ ഈ ലോകത്തിൻ്റെ മുഴുവനും മനസ്സടക്കി എന്നിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞെന്നാൽ അതൊരു സിദ്ധനും സാധിക്കില്ല, ഒരു സാക്ഷാത്കൃതനും സാധിക്കുന്ന കാര്യമല്ല. എനിക്ക് എന്നെ തന്നെ സമർപ്പിക്കാനേ സാധിക്കൂ, മറ്റാരെയും സമർപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിലടങ്ങുന്ന സത്യത്തിലേക്ക് തിരിച്ചു നടന്നാൽ നീ അത് തമാശയായി കാണുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്ന് പറഞ്ഞെന്നാൽ ഒരു സിദ്ധനും ഒരു ഗുരുവും വന്നാലും നമ്മെ ആരെയും രക്ഷിക്കാൻ സാധിക്കില്ല നമ്മൾ വിചാരിക്കാതെ. ആരുപദേശിച്ചാലും നമ്മൾ രക്ഷപ്പെടണമെന്ന്, നമ്മൾ നന്നാവണമെന്ന് നമ്മൾ വിചാരിക്കാതെ മറ്റാർക്കും നമ്മെ രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അതൊരു വലിയ പ്രായോഗിക സത്യമാണ്. അത് ഈ മലയിലിരുന്ന് ഭഗവാൻ നേടിയ സത്യത്തിൻ്റെ ഒരു പ്രതിബിംബവുമാണ്. നമുക്ക് തുടരാം. എല്ലാവർക്കും നമസ്തേ. നമസ്തേ. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവശതകം, എസൻസ് ഓഫ് ശിവശതകത്തിൽ 100ാമത്തെ പദ്യം നമുക്ക് ഈ പിള്ളത്തടം ഗുഹയിൽ ഇരുന്നിട്ടൊന്ന് വിചിന്തനം ചെയ്യാം. കുളിർമതി കൊണ്ട് കുളിർത്തു ലോകമെല്ലാം ഒളി തിരുളുന്നൊരു വെണ്ണിലാവ് പൊങ്ങി, തെളുതെളെ വീശി വിളങ്ങി ദേവലോകക്കുളമതിലാമ്പൽ വിരിഞ്ഞു കാണണമേ. ഇതാണ് 100ാമത്തെ പദ്യം. അപ്പോൾ ഇവിടെ ഒരു ദേവലോകക്കുളമുണ്ട്. അത് എവിടെയാണ്? അത് നമ്മുടെ ആനുഭൂതികമായിരിക്കുന്ന ഒരു തലമാണ്. നമ്മുടെ ശരീരത്തിന് അതിൻ്റെ പ്രാണ ശരീരം 3 ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് യോഗശാസ്ത്ര പ്രകാരം നമ്മുടെ നാഭിയിൽ നിന്ന് അല്ലെങ്കിൽ മൂലാധാരത്തിൽ നിന്ന് അനാഹത ചക്രം വരെ, അതായത് ഹൃദയം വരെയുള്ള ഭാഗം അഗ്നിഖണ്ഡമെന്നും, ഹൃദയത്തിൻ്റെ മുകളിൽ നമ്മുടെ ഭ്രൂമധ്യം വരെയുള്ള ഭാഗം സൂര്യഖണ്ഡമെന്നും, അതിനു മുകളിൽ ചന്ദ്രഖണ്ഡമെന്നുമാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അഗ്നിഖണ്ഡത്തിലാണ് ആഹാരം പചനം ചെയ്യുന്നത്, ദഹിപ്പിക്കുന്നത്, അതിൽ നിന്ന് ഊർജത്തെ എടുത്തിട്ട് പ്രാണശരീരം ശക്തിപ്പെടുത്തുന്നത്. ആ ശക്തി വിശേഷം ഉണർന്ന് ഹൃദയത്തിലെത്തി ഹൃച്ചക്രത്തിൽ നിന്ന് സൂര്യഖണ്ഡം ആരംഭിക്കുകയാണ്. സൂര്യൻ എന്ന് പറയുന്നത്
പരമാത്മാവിൻ്റെ ജ്വലിതമായിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ അന്നത്തിൽ നിന്ന് കിട്ടുന്ന ഊർജം നമ്മുടെ ആന്തരികമായിരിക്കുന്ന ആത്മചൈതന്യമായിട്ട് വികസിക്കുന്നത് ഈ സൂര്യഖണ്ഡത്തിൽ നിന്നാണ്. അത് വികസിച്ച് ഉയർന്ന് ആജ്ഞാചക്രത്തിൽ എത്തുമ്പോഴത്തേക്ക് അവിടെ തൊട്ട് അകത്തൊരു കുളിർമതി വരുന്നത് പോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് തണുപ്പാണ് വേണ്ടത്. അതിനാണ് ശിവന്റെ ശിരസിൽ എപ്പോഴും ജലധാര കൊടുക്കുന്നത്. അവിടം തണുപ്പിച്ചു നിർത്തണം. നമ്മുടെ തന്നെ ആയാലും നമ്മുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ക്രോധത്തെയും ഒക്കെ അടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തല തണുപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഭ്രാന്ത് വരുന്നവർക്ക് തലയിൽ നെല്ലിക്ക തളമിക്കും. നമ്മളൊക്കെ എന്തിനാണ് ചന്ദനം നനച്ച് നെറ്റിയിൽ തൊടുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഭാഗം ഭാലപ്രദേശം തണുത്തു നിൽക്കണം. എങ്കിലേ നമുക്ക് കാര്യവിചാരത്തോടുകൂടി സമാധാനത്തോടുകൂടി ശാന്തമായിട്ട് ഓരോ വിഷയങ്ങളെയും കാണാനും ചിന്തിക്കാനും കൈകാര്യം ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഇവിടം ചൂടായി കഴിഞ്ഞാൽ ക്രോധം വന്ന് നമ്മെ എല്ലാത്തിലും കീഴടക്കും. അപ്പോൾ എന്താണ് ഒരു സാധകന്റെ അവസാനത്തെ ആവശ്യം? ഈ ദേവലോകക്കുളം അവിടെ ആമ്പൽ വിരിയണം. ആമ്പൽ വിരിയുന്നത് ആരുടെ സാന്നിധ്യത്തിലാണ്? ചന്ദ്രന്റെ സാന്നിധ്യത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രഖണ്ഡമാകുന്ന ഈ അനുഭൂതികമായിരിക്കുന്ന തലം ഉണരണം. എന്നിട്ട് അവിടെ ആമ്പൽ വിരിയണം. ആമ്പൽ എന്ന് പറയുന്നത് സുഖാനുഭൂതിയാണ്. ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന, ശരീരം കൊണ്ട് അനുഭവിക്കുന്ന, മനസ്സുകൊണ്ട് അനുഭവിക്കുന്ന, ജ്ഞാനം കൊണ്ട് അനുഭവിക്കുന്ന, ആത്മാവ് കൊണ്ട് അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും ശിവനിൽ നിന്ന്, ശിവതത്വത്തിൽ നിന്ന്, ശിവജ്ഞാനത്തിൽ നിന്ന് വിരിഞ്ഞു വരുന്ന ആമ്പലുകൾ പോലെയാണ്. അത് കുളിർമതി കൊണ്ട് കുളിർത്താലേ നമ്മിൽ ഉണരുകയുള്ളൂ. നമുക്ക് ഈ ലോകത്തുള്ള എല്ലാത്തിലും സത്യത്തെ കാണാനായിട്ട് സാധിക്കും, എല്ലാത്തിലും ബ്രഹ്മത്തെ കാണാനായിട്ട് സാധിക്കും, ഓരോന്നും അതായിട്ട് കാണാനും സാധിക്കും. നമുക്ക് ആവശ്യം എല്ലാം ബ്രഹ്മമാണ് എന്നുള്ള അറിവാണ്. അത് ഈ കുളിർമതി ഉണർന്നാൽ മാത്രമേ ശിവന്റെ ചന്ദ്രക്കല പൂർണ്ണചന്ദ്രനായിട്ട് മാറണം. ചന്ദ്രക്കല അറിവിൻ്റെ ചെറിയ അംശമാണ്. അത് വളർന്ന് പൂർണ്ണതയായിട്ട് എൻ്റെ ഉള്ളിൽ ആമ്പലുകൾ വിരിയുന്ന അനുഭൂതികമായിരിക്കുന്ന ഒരു തലം എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് സാധകന്റെ അവസാനത്തെ പ്രാർത്ഥന, ജീവിതാവസാനം വരെ. അതാണ് അനുകമ്പാദേശകത്തിൽ ഭഗവാൻ പറഞ്ഞത്. കരുണാകര നൽകുകൊള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത്ത ചിന്തയും. നിന്റെ തിരുമൈ വിട്ടകലാത്ത ചിന്ത എന്നിലുണ്ടെന്നുണ്ടെങ്കിൽ അനുകമ്പയാകുന്ന കുളിർമതി എപ്പോഴും നിറഞ്ഞു നിൽക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഒരു ഉറുമ്പിന് പോലും ദോഷം വരാതെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം, നിശ്ചയം നമ്മിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം അതായിരിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് ഒരു ഉറുമ്പിന് പോലും ദോഷം ഉണ്ടാവരുത്. അതിന് നമ്മുടെ കുളിർമതി ഒന്ന് തണുക്കണം. അത് തണുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശിവന്റെ സാന്നിധ്യം അനുഭവപ്പെടാനായിട്ട് സാധിക്കും. ശിവൻ ആനന്ദമാണ്, ആനന്ദം കുളിർമതിയാണ്. അതാണ് ശിവശതകത്തിൻ്റെ അതിലൂടെ സഞ്ചരിച്ച് നമ്മളെത്തുന്ന പരമമായിരിക്കുന്ന സത്യം. എസൻസ് ഓഫ് ശിവശതകത്തിലൂടെ എന്നെ പിന്തുടർന്ന എല്ലാവർക്കും ഭഗവാന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി നമസ്തേ.